അപ്പോൾ എല്ലാവർക്കും സുഖം തന്നെ വിചാരിക്കുന്നു കേട്ടോ. അപ്പോൾ നാളെ നമ്മുടെ സ്കൂൾ തുറക്കില്ലേ, അപ്പോൾ ഞാനിത് പുതിയ ബാഗെല്ലാം വാങ്ങിച്ചു. അപ്പോൾ ഇതാണ് എൻ്റെ ബാഗ്. അപ്പോൾ ഇതാണ് എൻ്റെ ബുക്സ് ഗൈസ്. അപ്പം ഞാൻ എല്ലാ നെയിം സ്ലിപ്പിൻ്റെയും താഴെ കുറേ സ്റ്റിക്കർ ഒട്ടിച്ചിട്ടുണ്ട്. കുറേ അല്ല, ഒരു സ്റ്റിക്കർ. അപ്പോൾ ഇത് അതിൻ്റെ അടിയിലായിട്ട് 2 ബുക്കിൽ മാത്രമേ ഒട്ടിച്ചിട്ടില്ല. ഇതെന്ന് പറയുന്നത് ഫുൾ ടേബിളിൻ്റെ ഒരു കോലമാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് വീണ്ടും എൻ്റെ ബാഗ്. അത് കഴിഞ്ഞിട്ട് എൻ്റെ ടേബിളിൻ്റെ മുകളിൽ വെച്ചിരിക്കുന്ന ഒരു ചെടിയാണ് ഗൈസ്. ഇപ്പോൾ ഈ കളറ് ശരിക്കലത്തെ കളർ ഇതാണ് കേട്ടോ. ഞാൻ മൊബൈൽ കളർ മാറ്റിയത് മാത്രം. ഓക്കെ ഗൈസ്, ഇനി നമുക്ക് ഇത്തിരി എടുത്ത് വെപ്പായാലും. കമോൺ ഗൈസ്. അപ്പോൾ ഈ ബുക്ക് എടുത്ത് വെക്കാന്നാണ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടായിരുന്നു. ഓക്കെ ഗൈസ്, ഇനി നമുക്ക് എൻ്റെ ബാഗിലെ കള്ളിയൊക്കെ നോക്കാം. ഫസ്റ്റത്തെ സിബ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര സ്പെഷ്യലാലിറ്റി ഉള്ളതാണ്. അതിനകത്ത് എത്ര 4 കള്ളിയുണ്ട്. ഫസ്റ്റത്തെ ഇത് ഈ ലഞ്ച് ബോക്സും ഈ ഒരു കുപ്പിയും വെച്ചിരിക്കുന്ന ഇത്. അപ്പം ഇതിൻ്റെ ഇടയ്ക്കുള്ള സ്പേസ് ഞാൻ കാണിച്ചു തരാവേ. ഇത് ഇങ്ങനെ മാറ്റുമ്പോൾ കാണുന്നതാണ്. അത് കഴിഞ്ഞിട്ട് ഇത് കാർഡ് വെച്ചിരിക്കുന്നത് വേറൊരു സ്പേസിലാണ്. അത് കഴിഞ്ഞിട്ട് ഇത് രണ്ടും എൻ്റെ ഫ്രണ്ട്സിൻ്റെ അതിൽവാനയുടെ ഒരു കാർഡാണ്. അത് കഴിഞ്ഞിട്ട് വേറൊരു കള്ളിയിൽ, അതേപോലത്തെ കള്ളിയിൽ ഒരു കുഞ്ഞ് എന്തെങ്കിലും മിസ് ഹോംവർക്ക് ഒക്കെ തരുവാണെങ്കിൽ ചെയ്യാനുള്ള ഒരു കുഞ്ഞു ബുക്കാണ്. അത് കഴിഞ്ഞിട്ട് പുറകിൽ വേറൊരു നല്ല സ്പേസ് ഉള്ള ഒരു കള്ളിയാണ്. അതിൽ ഞാൻ ഒന്നും വെക്കുന്നില്ല കേട്ടോ. എന്തെങ്കിലുമൊക്കെ വരുമായിരിക്കുമല്ലോ. അത് കഴിഞ്ഞിട്ട് നമുക്ക് അടുത്ത കള്ളിയിലേക്ക് പോകണം. ബട്ട് ഇത് എനിക്ക് അടയ്ക്കാൻ പറ്റുന്നില്ലാത്ത കൊണ്ട് ഞാൻ അടച്ചില്ല ഗൈസ്. അത് മതി എന്നൊക്കെ വിചാരിച്ച്. അതുകൊണ്ട് നമുക്ക് അപ്പുറത്തെ സിബ് തേടി പോവാം ഗൈസ്. നമ്മുടെ സിബ് തുറന്നിട്ടുണ്ട്. തുറക്കുമ്പോൾ തന്നെ ഇതേ കുറേ ബുക്സ്. ഞാൻ എല്ലാ ബുക്സൊന്നും കൊണ്ടുപോകുന്നുണ്ടായിരിക്കും, കാരണം നമുക്ക് ടൈം ടേബിൾ പറഞ്ഞേക്കുന്നത് മാത്രം കൊണ്ടുപോയാൽ മതിയായിരിക്കാം. അങ്ങനെ നമുക്ക് ആ കള്ളി അങ്ങോട്ട് അടയ്ക്കാം. അത് കഴിഞ്ഞിട്ട് ഇതേ അടുത്ത കള്ളിയിലെ ബുക്സ് ഇതേപോലെ തന്നെ ഉണ്ട്. അപ്പം 2 കള്ളിയിലും നോട്ട്ബുക്സ് ആണ് വെച്ചിരിക്കുന്നത്. അപ്പം ആദ്യത്തെ കള്ളിയിലുള്ളത് ഇങ്ങനെ കോപ്പി റൈറ്റ് പോലത്തെ ബുക്സ് ആണ് കേട്ടോ. ഇനി ഞാൻ കാണിക്കാൻ പോകുന്ന അടുത്ത മറ്റേ എന്താ പറയുക, ഇങ്ങനത്തെ കള്ളിയിലെ ബുക്സ് ആണ് കേട്ടോ. ഓക്കെ ഗായ്സ്, ഇനി എനിക്ക് വിശ്വസിക്കാൻ പറ്റാത്തൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സീക്രട്ട് ആളുള്ള ഒരു ഭയങ്കര ചിരിക്കാനുള്ള സംഭവം കാണിച്ചിട്ടാവേ. ഒരു നിലവറ പോലെ ബാഗിൻ്റെ പുറകിലുള്ള ഒരു കള്ളി. ഇത് നമുക്ക് വേണമെങ്കിൽ സീക്രട്ട് സിബ് എന്ന് പേര് പറയാം. ബട്ട് ഇത് ഞാൻ തന്നെ ചെയ്യുന്നതാണ് ഗൈസ്. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേക്കാളും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ഓക്കെ, അപ്പം ടാറ്റ, ബൈ ബൈ.